നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 5 ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ദിവസം പ്രതീക്ഷിക്കേണ്ടത്. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മനോധൈര്യവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും സായാഹ്നത്തോടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. സാമ്പത്തിക ക്ലേശങ്ങൾ മാറി ആശ്വാസം ലഭിക്കും. ദാമ്പത്യ ഐക്യവും നിയമപരമായ കാര്യങ്ങളിൽ വിജയവും ഈ രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായി ഭവിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിശ്രഫലങ്ങൾ നിറഞ്ഞ ദിവസമാണിത്. തുടക്കത്തിൽ മനസ്സമാധാനം അല്പം കുറയാൻ സാധ്യതയുണ്ട്. സായാഹ്നത്തോടെ സാമ്പത്തിക ഇടപാടുകളിലും നിയമപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകണം. പരാജയങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ സാധ്യത കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. വാത ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ തുടക്കം വളരെ സന്തോഷകരമായിരിക്കും. എന്നാൽ സായാഹ്നം കഴിയുന്നതോടെ ശാരീരികമായ അസ്വസ്ഥതകളോ സാമ്പത്തികമായ നഷ്ടങ്ങളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മിതത്വം ജാഗ്രതയും പാലിക്കുന്നത് ഗുണകരമാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ആദ്യ പകുതിയിൽ ചില അപമാനങ്ങൾക്കോ സാമ്പത്തിക നഷ്ടങ്ങൾക്കോ സാധ്യതയുണ്ടെങ്കിലും മധ്യാഹ്നത്തിൽ ശേഷം സ്ഥിതി മെച്ചപ്പെടും. രോഗശാന്തി, ധനലാഭം, ശത്രുക്കളുടെ ശല്യം കുറയുക എന്നിവ ഈ രാശിക്കാർക്ക് ആശ്വാസം നൽകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ചെയ്തു കൊടുത്ത സഹായങ്ങൾ അർഹമായ രീതിയിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണിത്. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ വരാനിടയുണ്ട്. ഗുണദോഷങ്ങൾ കലർന്ന അനുഭവങ്ങളായിരിക്കും ഇന്ന് ഉണ്ടാകുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പ്രിയപ്പെട്ടവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കരുത്. മധ്യാഹ്നം കഴിയുന്നതോടെ ശാരീരിക അസ്വസ്ഥതകൾക്ക് ശമനം ലഭിക്കാനും ഉന്മേഷം വീണ്ടെടുക്കാനും സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സന്തോഷവും സങ്കടവും ഒരുപോലെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. കുടുംബത്തിൽ അയൽക്കാരുമായോ ബന്ധുക്കളുമായോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നത് ഉചിതമായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മനസന്തോഷവും സാമ്പത്തിക ഉന്നതിയും കീർത്തിയും തേടിയെത്തും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തനങ്ങൾ ലാഭകരമായി മാറും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. രാവിലത്തെ സമയങ്ങളിൽ തൊഴിൽ ക്ലേശമോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പ്രമുഖ വ്യക്തികളിൽ നിന്ന് അംഗീകാരങ്ങളും വിശേഷപ്പെട്ട സമ്മാനങ്ങളും ലഭിക്കാൻ യോഗമുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി അപമാനങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ധാർമ്മികമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് മാനഹാനി ഒഴിവാക്കാൻ സഹായിക്കും. അപ്രത്യക്ഷമായി വിദേശയാത്ര എന്ന ആഗ്രഹം സഫലമാകാൻ സാഹചര്യങ്ങൾ ഒത്തുവരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.